വാക്സിൻ വികസിപ്പിച്ചെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം. ക്യാൻസറിനെതിരെ mRNA വാക്സിൻ വികസിപ്പിച്ചുവെന്നാണ് റഷ്യയുടെ പ്രഖ്യാപനം. റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ഡയറക്ടർ ആൻഡ്രി കപ്രിനാണ് ഇക്കാര്യം അറിയിച്ചത്. വാക്സിൻ 2025 ആദ്യം തന്നെ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. ക്യാൻസർ വാക്സിനുകൾ ഉടൻ വികസിപ്പിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ട്യൂമർ വികസനത്തെയും ക്യാൻസർ സെല്ലുകളുടെ വ്യാപനത്തെയും ഈ വാക്സിൻ തടയുന്നതായി പ്രീക്ലിനിക്കൽ ട്രയലുകളിൽ കണ്ടെത്തിയെന്ന് അധികൃതർ വ്യക്തമാക്കി. പൊതുജനങ്ങൾക്ക് നേരിട്ട് നൽകാതെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായാണ് വാക്സിൻ ഉപയോഗപ്പെടുത്തുകയെന്നാണ് റിപ്പോർട്ട്. ക്യാൻസർ വാക്സിന്റെ പേര് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ റഷ്യ പുറത്തുവിട്ടിട്ടില്ല. റഷ്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടലെന്നാണ് റിപ്പോർട്ട്. ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ ഉദ്ദീപിപ്പിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ വാക്സിനുകളുടെ രീതി. ട്യൂമർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിജനുകളെയോ അല്ലെങ്കിൽ പ്രത്യേക പ്രോട്ടീനുകളെയോ ആയിരിക്കും വാക്സിനുകൾ ലക്ഷ്യമിടുക. ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ കോശങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല HPV വാക്സിൻ പോലെയുള്ള പ്രിവെന്റീവ് വാക്സിനുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട വൈറസുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. സെർവിക്കൽ ക്യാൻസർ പോലെയുള്ള ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിലൂടെ വാക്സിനുകൾക്ക് ട്യൂമർ വളർച്ച മന്ദഗതിയിലാക്കാനും ക്യാൻസറിന്റെ ആവർത്തനം തടയാനും അല്ലെങ്കിൽ പ്രാരംഭഘട്ടത്തിലെ ക്യാൻസറുകൾ ഇല്ലാതാക്കാനും സഹായിക്കും. ഈ വാക്സിൻ കണ്ടെത്തൽ ക്യാൻസർ ചികിത്സയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ.